ഹായ്, ആനുവൽ ഫ്ലൈങ് സ്റ്റാർ ഫെങ് ഷുയ് അപ്ഡേറ്റ് വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്പർ 4 ആണ്. 4 എന്ന് പറയുന്നത് ക്രിയേറ്റിവിറ്റി സ്റ്റാർ ആണ്. അതുപോലെ തന്നെ കുട്ടികളുടെ എഡ്യൂക്കേഷൻ, സ്കോളസ്റ്റിക് സക്സസിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന സ്റ്റാർ ആണ്. ഇപ്പോൾ എക്സാം ടൈമൊക്കെ ആണല്ലോ. അപ്പോൾ ഈ സ്റ്റാർ എവിടെയാണ് വരണതെന്നും അതെങ്ങനെയാണ് എൻഹാൻസ് ചെയ്യേണ്ടതെന്ന് നോക്കാം. എഡ്യൂക്കേഷനിലൊക്കെ മാത്രമല്ല, നമ്മൾ കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊമോഷൻസ്, അതിൽ അങ്ങനെയുള്ള എൻഹാൻസ്മെൻറ്റ്സിനും അതുപോലെ തന്നെ റൊമാൻസിലൊക്കെ അല്ലെങ്കിൽ സിംഗിൾ ആയിട്ടുള്ള ആൾക്കാർക്ക് മാരേജിലൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള സപ്പോർട്ട് ചെയ്യുന്ന ഒരു നമ്പറും സ്റ്റാറുമാണ്. അതുപോലെ ക്രിയേറ്റിവിറ്റി, നമ്മൾ ചെയ്യുന്ന കാര്യം അല്ലെങ്കിൽ ബിസിനസ്സിലൊക്കെ ക്രിയേറ്റീവായിട്ടുള്ള ഐഡിയാസ്, പുതിയതായിട്ടുള്ള ഇൻവെൻഷൻസൊക്കെ കൊണ്ടുവരുന്നതിനും പുതിയ ഐഡിയാസൊക്കെ വരുമ്പോഴാണ് നമുക്ക് ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാനൊക്കെ പറ്റുമല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ഐഡിയാസൊക്കെ കൊണ്ടുവരുന്നതിനും അതുപോലെ വിവാഹം നോക്കുന്ന ലേഡീസ്, സിംഗിൾ ആയിട്ടുള്ള മെയിൽസ് ആൻഡ് ഫീമെയിൽസ് രണ്ട് കൂട്ടർക്കും ഹെൽപ്പ് ചെയ്യുന്ന ഒരു സ്റ്റാറാണ് ഈ നമ്പർ 4. അഗെയിൻ ഈ സ്റ്റാർ സപ്പോർട്ട് ചെയ്യുന്ന ആനിമൽസ് ആൻഡ് റൂസ്റ്ററാണ്. റൂസ്റ്റർ സ്റ്റാറിൽ ജനിച്ചവർക്കും അതുപോലെ യങ്ങസ്റ്റ് ഡോട്ടർ, 2 പെൺമക്കളാണെങ്കിൽ അതിൽ യങ്ങസ്റ്റ് ഡോട്ടറിനൊക്കെ ഈ ഒരു നമ്പറിൻ്റെ സപ്പോർട്ട് ഉണ്ടാകും. സ്കൂളിൽ പഠിക്കാൻ പോകുന്ന കുട്ടികൾക്ക് അല്ലെങ്കിൽ ഡിഗ്രിയൊക്കെ ഡിപ്ലോമയൊക്കെ എടുക്കാനായിട്ട് ഇരിക്കുന്ന അല്ലെങ്കിൽ എക്സാംസിനൊക്കെ ഇരിക്കുന്നവർക്കൊക്കെ ഈ സ്റ്റാറിൻ്റെ ഹെൽപ്പ് ഉണ്ടാകാനായിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അക്കാഡമിക് സക്സസ്സിന് അല്ലെങ്കിൽ സ്റ്റഡി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ലക്ക് ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് വെസ്റ്റിൽ, ഈ നമ്പർ 4 ഈ വർഷം വരുന്നത് വെസ്റ്റിലാണ്. അപ്പോൾ വെസ്റ്റിൽ നമ്മൾ ഒരു 7 ലെവലിലുള്ള പഗോഡ സ്റ്റാച്ചു വെക്കുക എന്നുള്ളതാണ് മെയിനായിട്ട് ചെയ്യേണ്ടത്. പല കുട്ടികളും അവർ പഠിക്കാണ്ടിരിക്കുന്ന ടേബിളിൽ റൈറ്റ് ഹാൻഡ് സൈഡിൽ എഡ്യൂക്കേഷണൽ ടവർ അല്ലെങ്കിൽ ഈ പഗോഡ വെച്ചിട്ടുണ്ടാവും. പക്ഷേ ഇത് നമ്മൾ അവിടെ വെച്ചിട്ടുണ്ടെങ്കിലും അതിൻ്റെ കൂടെ അല്ലെങ്കിൽ അതിനോടൊപ്പം തന്നെ നമ്മൾ വീടിൻ്റെ വെസ്റ്റിൽ അല്ലെങ്കിൽ ആ കുട്ടി പഠിക്കാണ്ടിരിക്കുന്ന റൂമിൻ്റെ വെസ്റ്റിലും കൂടെ ഈ ഒരു സ്റ്റാച്ചു വെക്കണം എക്സ്ട്രാ ആയിട്ട്. അതിനോടൊപ്പം തന്നെ മഞ്ജുശ്രീ എന്ന് പറയുന്ന ഒരു ഡിവൈൻ പിക്ചറും അതിനൂടെ ധീ എന്നുള്ള സിലബിലും കൂടെ ചേർത്തിട്ടുള്ള മഞ്ജുശ്രീ പിക്ചർ, അല്ലെങ്കിൽ മഞ്ജുശ്രീ പിക്ചറിൻ്റെ കൂടെ ധീ സിലബിൾ നമ്മൾ സെപ്പറേറ്റ് കട്ട് ചെയ്ത് വെച്ചാലും മതി. അങ്ങനെയുള്ള ഒരു പിക്ചർ വെക്കുന്നതും നല്ലതാണ്. അതുപോലെ പ്രൊമോഷൻസും നമുക്ക് കരിയറിൽ ഗ്രോത്തും ഒക്കെ ഉണ്ടാകുന്നതിന് ഡ്രാഗൻ്റെ മുകളിലുള്ള മങ്കിയുടെ സ്റ്റാച്ചു വെക്കുന്നത് നല്ലതാണ്. ഓഫീസിൻ്റെ വെസ്റ്റിൽ അല്ലെങ്കിൽ ലിവിങ് റൂമിൻ്റെ വെസ്റ്റിൽ സ്റ്റാച്ചു കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പിക്ചർ നമുക്ക് വെക്കാം. ഇനി ലവ് ആൻഡ് റിലേഷൻഷിപ്പ് നോക്കുന്നവരാണ്, സിംഗിളായിട്ടുള്ള ആൾക്കാരാണ്, നിങ്ങൾക്ക് ലൈഫ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ 9 tailed ഫോക്സിൻ്റെ പിക്ചർ ബെഡ്റൂമിൻ്റെ വെസ്റ്റിൽ വയ്ക്കാം. അതല്ലെങ്കിൽ നിങ്ങൾ കിടക്കുന്ന ബെഡിൻ്റെ സൈഡ് ടേബിളിൽ ഈ പിക്ചർ പ്രിൻ്റ് എടുത്ത് ലാമിനേറ്റ് ചെയ്ത് വെക്കുകയും ചെയ്യാം, 9 tailed ഫോക്സ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് നമ്പർ 4 പല രീതികളിൽ നമുക്ക് എൻഹാൻസ് ചെയ്യാൻ പറ്റും ഈ വർഷം. കരിയർ ഓറിയൻറ്റഡ് ആയിട്ട്, ലവ് ആൻഡ് റിലേഷൻഷിപ്പ് റിലേറ്റഡ് ആയിട്ട്, അതുപോലെ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ട്. അപ്പോൾ ഈ കൂടുതലും ആൾക്കാർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവുക, ഇപ്പോൾ എക്സാമിനേഷൻ ടൈം ആയതുകൊണ്ട് കുട്ടികളുടെ സ്റ്റഡി റൂമിൽ വെസ്റ്റിൽ ഒന്ന് നമ്മൾ പറഞ്ഞു മഞ്ജുശ്രീയുടെ ഡേറ്റിയുടെ പിക്ചർ അല്ലെങ്കിൽ സ്റ്റാച്ചു, അതിനൂടെ സിലബലും കൂടെയുള്ള മന്ത്രാസും കൂടെയുള്ള പിക്ചറാണെങ്കിൽ നല്ലതാണ്. അല്ലെങ്കിൽ ഹിറി എന്ന് പറഞ്ഞ സിലബിൾ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് പ്രിൻ്റ് എടുത്ത് മഞ്ജുശ്രീ പിക്ചറിൻ്റെ കൂടെ വെക്കുകയും ചെയ്യാം. അതിനോടൊപ്പം തന്നെ 7 ലെവലിലുള്ള പഗോഡയുടെ സ്റ്റാച്ചുവും നമ്മൾ വെസ്റ്റിൽ വെക്കുക. കുട്ടികളുടെ ടേബിളിൽ, പഠിക്കാനിരിക്കുന്ന ടേബിളിൽ ഈ പഗോഡ സെപ്പറേറ്റ് ആയിട്ട് വെക്കുക. അല്ലെങ്കിൽ ഈ വെസ്റ്റിലാണല്ലോ ഈ നമ്പർ 4 വരുന്നത്, വെസ്റ്റിലുള്ള റൂമിൽ ഇവരിരുന്ന് പഠിക്കുന്നതും നല്ലതായിരിക്കും. എന്നിട്ട് വെസ്റ്റിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എൻഹാൻസ്മെൻറ്റിന് വേണ്ടി വയ്ക്കാം. ഇത് ജാനുവരി 29 മുതലാണ് ഈ ഒരു ചേഞ്ച് വരുന്നത്. ഈ ജാൻ 29 മുതൽ ഇനി അങ്ങോട്ട് ഫുൾ ഇയർ വെസ്റ്റിലാണ് എഡ്യൂക്കേഷനിലൊക്കെ വരുന്നത്. അപ്പോൾ ഈ വിവാഹം നോക്കുന്ന കുട്ടികൾ, കല്യാണപ്രായമെത്തി മാരേജിലൊക്കെ നോക്കുന്നവരൊക്കെ ആണെങ്കിൽ, ഒരു പാർട്ട്ണറെ നോക്കുന്നവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് വീടിൻ്റെ വെസ്റ്റിലുള്ള മുറി ഉപയോഗിക്കുന്നതും ആ മുറിയിൽ എന്നിട്ട് ഈ 9 tailed ഫോക്സും അല്ലെങ്കിൽ സൗത്ത് വെസ്റ്റിൽ ഒരു റെഡ് ലൈറ്റ് കത്തിച്ചിടുന്നതും ബെഡ് സൈഡ് ടേബിളിൽ ഡബിൾ ഹാപ്പിനെസ്സിൻ്റെ സിമ്പിൾ വെക്കുന്നതും അതൊക്കെ നിങ്ങളെ കൂടുതൽ എൻഹാൻസ് ചെയ്യും അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ മനസ്സിൽ കരുതേണ്ടത് നമ്പർ 4 റിലേറ്റ് ചെയ്തിട്ട്. അപ്പോൾ നമ്പർ 4 റിലേറ്റഡ് ആയിട്ടുള്ള, പിന്നെ ലിറ്റററി പെർസ്യൂട്ട്സിന് നല്ലൊരു നമ്പറാണ്. കൂടുതൽ ക്രിയേറ്റീവ് ഐഡിയാസ് നിങ്ങൾക്ക് ഉണ്ടാകുന്നതിന്, അല്ലെങ്കിൽ ക്രിയേറ്റീവായിട്ടുള്ള ഒരു ചെറിയൊരു ഐഡിയ ആണെങ്കിലും അത് വളരെ ക്രിയേറ്റീവ് ബെൻഡ് ഓഫ് മൈൻഡ് ആയിട്ടുള്ള ഒരു ഐഡിയ ആണെങ്കിൽ നിങ്ങളുടെ ലൈഫ് തന്നെ അത് മാറ്റിമറിക്കും അല്ലേ. അത് നിങ്ങളിലേക്ക് കൂടുതൽ പ്രോസ്പെരിറ്റിയും അബണ്ടൻസും ഒക്കെ കൊണ്ടുവരും ആ ഒരു ഐഡിയ. അപ്പോൾ അങ്ങനെ ഉള്ള സംഭവങ്ങളൊക്കെ എൻഹാൻസ് ചെയ്യുന്നതിനും, ഇതിപ്പോൾ നിങ്ങൾ നോർമലി ഒരാൾ സ്റ്റുഡൻ്റ് അല്ല, നിങ്ങൾ ബിസിനസ് നടത്തുന്ന ഒരാളാണെങ്കിലും ഒക്കെ ഈ മഞ്ജുശ്രീയുടെ പിക്ചറും ഈ പക്കോഡ സ്റ്റാച്ചുവും സിലബിളും അതുപോലെ ഡ്രാഗൻ്റെ മുകളിലുള്ള മങ്കി സ്റ്റാച്ചുവും ഒക്കെ യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ് ടു ഓൾ ഓഫ് യു. ടേക്ക് കെയർ, സ്റ്റേ ബ്ലെസ്ഡ്.